കിച്ചു രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങും. എന്റെ പൊന്നെ ബിഷപ്പ് കിച്ചുവിനെതിരെയാണ് കേട്ടോ. ശക്തമായിട്ടാണ് ബിഷപ്പ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചേ ഒക്കൂ. കാരണം അദ്ദേഹം ദൈവമാർഗം സ്വീകരിച്ച ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും താഴെ കിടക്കുന്ന ആളുകളെ ചവിട്ടി താഴ്ത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ പോലെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ സ്ട്രെയിറ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം തന്നിരിക്കും. ആ ഒരു ഉത്തരം കൊണ്ട് അദ്ദേഹത്തിന് തന്നെ അതൊരു നെഗറ്റീവ് ആകുമോ എന്നുള്ള ഒരു ചിന്തയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നത് ഒരുപക്ഷെ ഈ അച്ഛൻ അത് അറിയാണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. രേണു പറഞ്ഞ വീഡിയോസ് ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല. ഈ ഇന്റർവ്യൂ മുഴുവൻ കണ്ട എനിക്ക് മനസ്സിലായത് അദ്ദേഹം രേണു പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. രേണുവാണ് എല്ലാത്തിനും തുടക്കമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് പോലും ഇല്ല. എന്നിട്ടും കിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്റ്റിനെ കുറിച്ച് അദ്ദേഹം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, താഴെ കിടക്കുന്ന വീണ് കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി അദ്ദേഹം സംസാരിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് കിച്ചുവിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നു എന്നൊരു വലിയ സംശയം എനിക്കുണ്ട് എന്നുള്ളതാണ്. വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാണാം. ഒരു വാസ്തവത്തിൽ ഞാനും രേണുസുതിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാർ എന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണുസുതിയും തമ്മിൽ ആ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നാളിതുവരെ രേണുസുതിയും ഞാനുമായിട്ട് മുഖാമുഖം അവർ ഫാമിലി ആയിട്ടോ രേണുസുതിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു എന്തുണ്ടായത്, ഇങ്ങനെ ഒരു പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ സംഭവിച്ചു പോയത്. ഓക്കെ, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവുമല്ലേ? അത് എനിക്കും തോന്നി എന്നുള്ളതാണ്. വിഷപ്പാമ്പ് എന്ന് ബിഷപ്പിനെ വിളിക്കുന്നു. അതൊന്നും കൂടാതെ ഒരുപാട് കാര്യങ്ങൾ രേണുസുതി സജീന വ്ളോഗിന്റെ ഒപ്പം നിന്ന് വിളിക്കുന്നതും അല്ലാതെയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും കൂടാതെ അദ്ദേഹം ന്യായീകരിക്കുന്ന കാര്യങ്ങളിൽ രേണുസുതി എന്താണ് കാണിച്ചു കൂട്ടിയിരുന്നത് എന്നുള്ള ആ ഒരു അറിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം സോഷ്യൽ മീഡിയ നിരന്തരം കാണുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് രേണുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെ ഒരിക്കലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയൊരു തെറ്റാണ് അച്ചോ അതെനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഒരു ഭാഗം മാത്രം കാണുന്നു, ഒരു ഭാഗം മാത്രം കേൾക്കുന്നു. താങ്കൾ തന്നെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്, അല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത്. താങ്കൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രേണു താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെയ്യാണ്ട കിടക്കുന്നത് കൊണ്ട് എല്ലാവരും പുണ്യാളന്മാരാവുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് എത്രത്തോളം ശരിയാണ്. ഇദ്ദേഹത്തിന് അത് അങ്ങനെ കണ്ടേ വെക്കുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ മറ്റുള്ള ആളുകൾ അങ്ങനെ ആവണമെന്ന് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമാണോ? പിന്നെ താങ്കൾ മനസ്സിലാക്കാതെ പോയ മറ്റൊരു കാര്യം, രേണുവിനോട് ഈ പ്രഹസനങ്ങൾ അവസാനിപ്പിക്കണം, മാന്യമര്യാദക്ക് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും, നമ്മളിപ്പോ ഒരു സെലിബ്രിറ്റികളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തെ താങ്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോഴും കിച്ചു പറഞ്ഞത് എന്താണെന്ന് താങ്കൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആരോ പറയുന്നത് കേൾക്കുന്നു അല്ലേ? മകൻ കിച്ചു ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എന്നെ ഇന്നലെ വിദേശത്തു നിന്നൊക്കെ എന്റെ ബന്ധുമിത്രാദികൾ വിളിച്ച് സംസാരിച്ചു. ഇത്രയും രോഗക്കിടക്കയിലായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു സാഹചര്യം, കാരണം അവർ ഐസിയുവിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വേദനകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് പറയുകയോ എടുക്കുകയോ ചെയ്തു. അവർ സുഖം പ്രാപിച്ച് വന്ന ശേഷം ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. അപ്പം ജഗദീശ്വർ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഐശ്വര്യ റായിയെ പോലെ ഒരു പെൺകുട്ടി, പക്ഷെ ഞാൻ കണ്ടില്ല. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു കൊടുത്തത് മാത്രമേ അച്ഛൻ അറിയുള്ളൂ. രേണുസുതിയെ കുറിച്ച് കിച്ചുത ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ഉടനെ തന്നെ അദ്ദേഹം അത് മനസ്സിലേക്കാണ് കയറ്റി വെച്ചു. താങ്കൾ ആ വീഡിയോ കാണുവാൻ ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം അതിൽ കാണിച്ച ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നും വിചാരിക്കരുത്, അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഇദ്ദേഹം. ഓക്കെ, ചില ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇദ്ദേഹം അത് കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് തന്നെ അദ്ദേഹം തയ്യാറാവില്ലായിരുന്നു അല്ലേ? ഞാൻ നുണയല്ല പറയുന്നത്, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണ്? കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത് രേണുവാണ് എന്ന് വ്യക്തമായി ഞങ്ങൾ കണ്ടതുകൊണ്ടാണ്. താങ്കൾ ഇതൊന്നും കണ്ടിട്ടില്ല. താങ്കളുടെ എല്ലാ ഇന്റർവ്യൂകളും, അതേപോലെ തന്നെ രേണുവിന്റെ തുടക്കം മുതലുള്ള ഇന്റർവ്യൂകളും TV പ്രോഗ്രാമുകളും ഒക്കെ എല്ലാം കണ്ട വ്യക്തിയാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് പറയാണ്, താങ്കൾ ഈ സോഷ്യൽ മീഡിയയിൽ വിരൽത്തുമ്പിലുള്ള ഈ സാധനം കാണാതെ ഒരു പയ്യനെ വലിച്ചു കീറാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ.
രേണു സുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ അവർ അറിയിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അവരവരുടെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു, അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷേ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. രേണുസുധിയുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് പോയി കാണാതെ താങ്കൾ എങ്ങനെയാണ് പറഞ്ഞത്? രേണുവിന് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് കേൾക്കുന്നു, ആരോ പറയുന്നു, ആ മതിലിന്റെ അപ്പുറത്ത് ഒരു ആനയുണ്ടെന്ന് ആരോ പറയുന്നു, പോയി നോക്കിയപ്പോൾ ഒരു കൊഴിയാന പോലും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. താങ്കൾ ദയവ് ചെയ്ത് ആ ചാനൽ ഒന്ന് കാണണം. ഇവര് ആദ്യം മുതലിട്ട വീഡിയോസ് ഒന്ന് കാണണം. ഈ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ വീഡിയോയിൽ ഒരു കാരണവുമില്ല, അകാരണമായിട്ട് കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്നൊക്കെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത് രേണുവാണ്. രേണു നിരന്തരം അത് ചെയ്തപ്പോ കിച്ചു എന്ന് പറയുന്ന ആ പാവപ്പെട്ട പയ്യന്റെ ലൈഫ് തന്നെ കുട്ടിച്ചോറാവുന്ന രീതിയിൽ പല ആളുകളും കമന്റ് ഇടുക എന്നുള്ളതാണ്. അവൻ പുതിയൊരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ബിസിനസ് ആരംഭിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ആളുകൾ നെഗറ്റീവ് ഇടുന്നു. അവൻ സഹികെട്ട് ഒരു മാനിപ്പുലേറ്റഡ് ആയ ഒരു കാര്യമല്ല ഇട്ടത്. അമ്മ ഇത് നിർത്തണം, ഋതപ്പനും നാളെ അതൊരു ബുദ്ധിമുട്ടാകും. അത് പറഞ്ഞപ്പോ രേണു പറഞ്ഞത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അച്ചോ, അതൊക്കെ ആ പയ്യന്റെ വിഷമാണ്. ആ വിഷമം പറഞ്ഞപ്പോ നിങ്ങൾ അവന്റെ പാസ്റ്റ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതൊക്കെ വലിയ മോശമല്ലേ? താങ്കൾ തന്നെ പറയുന്നുണ്ട് എല്ലാവരും നന്മയിലേക്ക് പോകണം, എല്ലാവരും നന്മയുടെ പാത പിന്തുടരണം എന്നുള്ളത്. തെറ്റുകളെല്ലാം മറികടന്ന് നമ്മൾ നന്മയിലേക്ക് പോകണം എന്ന് പറയുമ്പോ എന്തുവാ ഞാൻ പറയാ? എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നു. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഫോണിൽ വിളിച്ചിട്ട് അവൻ പറയാം, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നല്ല. നമ്മളൊരു കുടുംബം, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ്. പക്ഷെ ഇതിപ്പം എന്താ പറയാ, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ? മറ്റുള്ളവർക്ക് രേണുസുധിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുധിക്കൊന്നും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേണുസുധി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. എന്റെ പൊന്നച്ചോ, ഒരു ലോഡ് മെറ്റൽ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് രേണു, എറിയ പയ്യനെ എന്ന് പറഞ്ഞിട്ട്. അത് താങ്കൾ കാണാം. താങ്കൾ അത് കാണാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല, അത് വിളിച്ചു തീർക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. വിളിച്ച് മെസ്സേജ് അയച്ച് തീർക്കാൻ ശ്രമിച്ചപ്പോ അത് നടന്നിട്ടില്ല. പിന്നെ അവന്റെ കൂട്ടുകാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ചോ, ഇവനിപ്പോ എന്ത് തെറ്റാ ചെയ്തിട്ടുണ്ടാവുക? ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ആ പ്രായത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ കുരുത്തക്കേടുകൾ ചെയ്തിട്ടുണ്ടാവും. 10-21 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ ഒരു കാര്യത്തെ ചെറുപ്രായത്തിൽ മക്കൾ സാധാരണ ചെയ്യുന്ന ചെറിയ തെറ്റുകളെ തിരുത്താൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഇത് ചെയ്തത് എന്നുള്ള ബോധം കൂടി നമുക്ക് എല്ലാവർക്കും വേണം കേട്ടോ. ആ ഒരു കാര്യത്തിനെയാണ് അത് പൊക്കി പിടിച്ചിട്ട് ഒന്നും പറയാണ്ട് പകുതി പറഞ്ഞു വെച്ചിട്ട് ആളുകൾക്ക് എഴുതാപ്പുറം വായിക്കാൻ ഇട്ട് കൊടുക്കുന്നത്. താങ്കളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുന്നത്. അത് വലിയ അത്ഭുതമാണ് കേട്ടോ. വിളിച്ചു പറഞ്ഞു തീർക്കേണ്ടതെന്ന് മെസ്സേജ് അയച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് ആ വിളിച്ചു തീർക്കാൻ കഴിയുന്നത്. രേണുവിന് ഒരു അസുഖം വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ മറക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പുരോഹിതന്മാരൊന്നുമല്ല. നമ്മൾ സാധാരണ പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മൾ ആ കാര്യങ്ങൾ പറയും. പിന്നെ കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അത് കൃത്യമായി ഫാക്റ്റ് ആയിട്ട് തന്നെ പറയും. അപ്പൊ ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും നമ്മളോട് മാപ്പ് തന്ന് ക്ഷമ തരുന്നത് മനുഷ്യരല്ല. മനുഷ്യർ ഒരിക്കലും ഒരാളെ പറ്റിയും, ഞാൻ തുറന്നു പറയാൻ, ഒരു മനുഷ്യരും വേറൊരാളെ പറ്റി നല്ല വശം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ നെഗറ്റീവുകളെ കണ്ടുപിടിച്ച് അവരെ എങ്ങനെ ഇകഴ്ത്തണം, എങ്ങനെ താഴ്ത്തിക്കെട്ടണം എന്നുള്ളതാണ് സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ലല്ലോ എന്റെ അച്ചോ. ഒരാൾക്ക് നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല എന്റെ അച്ചോ. മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ, മറ്റുള്ള ആളുകൾക്ക് മോശത്തരം കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. ആ പയ്യൻ അനുഭവിച്ച കാര്യങ്ങൾ അവന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, പല കാര്യങ്ങളും ഞാനിപ്പോ മനസ്സിലാക്കുന്നു, പല കാര്യങ്ങളും ഞാനിപ്പോ അറിയുന്നു എന്നുള്ളത്. ഒരാളുകൾ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങ് വിണുങ്ങിക്കഴിഞ്ഞ കാര്യങ്ങൾ നടക്കില്ല. ഇനിയിപ്പോ എന്താ ഉണ്ടാവാൻ പോണെന്നറിയോ? ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണു മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആളുകൾ ഈ കിച്ചുവിനെതിരെയുള്ള പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി കുത്തിപ്പെറുക്കി ഇവിടെ കൊണ്ടിടും. നമുക്ക് രേണുവിന്റെ പഴയ കാര്യങ്ങൾ കൊണ്ടുവരാൻ തിരയേണ്ട ആവശ്യമില്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അവനെ നാളെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കാൻ ഇപ്പൊ ബിഷപ്പും കൂടി ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അത് തന്നെ ചെയ്താൽ മതി. അത് എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നില്ല. രേണുസുധിയെയും കൊല്ലം സുധിയെയും അവരുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നവർ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ബൈബിളിൽ പറയുന്ന പോലെ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാത്ത പോലെ നിങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ രോഗസമയത്ത്, ക്ഷീണാവസ്ഥയിൽ, പ്രയാസത്തിന് നമുക്ക് ഒരാളെ സഹായിക്കേണ്ടി എപ്പോഴാണ്? ഒരാൾക്ക് പ്രയാസം വരുമ്പോഴാണ്, ദുഃഖങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ ചോദിക്കും പല ക്വസ്റ്റ്യൻസ് നമ്മുടെ നേരെ വരും. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതല്ലേ? താങ്കളെ ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് അറിയോ?
താങ്കൾ ആ വലം കൈ കൊണ്ട് കൊടുത്ത ഒരു കാര്യം കൊണ്ടാണെന്നുള്ളതാണ്. കൊല്ലം സുധിക്ക് വീട് വെച്ച് കൊടുക്കാൻ താങ്കൾ സ്ഥലം കൊടുത്തു. പിന്നീട് അങ്ങോട്ട് കോൺട്രവേഴ്സികൾ ഒരുപാട് ഉണ്ടായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ആ ഇന്റർവ്യൂകളൊന്നും ഇവിടെ കൊണ്ടുപോയി ഇടാനുള്ള അവസരം ഉണ്ടാക്കി തരരുത്. അങ്ങനെ പലതും പറയാതിരിക്കുക നല്ലതെന്ന് പറയുമ്പോ കൊള്ളാം. ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ വിളിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല, നീ സഹായിക്കണ്ട. അപ്പൊ രേഷ്മ പി തങ്കച്ചൻ എന്നല്ലല്ലോ അത്ര നേരം പറഞ്ഞത്, രേണു സുധി എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അപ്പൊ അവിടുത്തെ സർട്ടിഫിക്കറ്റിൽ രേണു സുധി എന്നാണോ? ഓക്കെ തുടർന്ന് കേൾക്കാം. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാൻ എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട, അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണു സുധി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടി ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്റെ കൂടെ ഒരു തീരുമാനമാണ്, നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അച്ഛൻ പെട്ടെന്നൊരു സോഷ്യൽ വർക്കറോ രാഷ്ട്രീയക്കാരനോ ഒക്കെ ആയി മാറുന്നു. ഇപ്പൊ പറഞ്ഞത് പെട്ടെന്ന് തന്നെ മാറ്റി പറയില്ലേ? കാര്യം എന്ത് പറയാണ്, ആ പയ്യന് താങ്കൾ സ്ഥലം കൊടുത്തു, ഞാനാണ് അതിന്റെ ഓണർ. അമ്മച്ചി, അവന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവൻ ആ റോഡിലൂടെ നടന്നു പോകും. ആ സ്ഥലം അവന്റെയും കൂടിയും പേരിലാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ വഴി അവൻ അവകാശപ്പെട്ടതാ. പിന്നെ അവിടെ വന്ന് ബഹളം വെക്കേ? അവൻ അവിടെ വന്ന് ബഹളം വെച്ചിട്ടൊന്നുമില്ല. അവൻ സോഷ്യൽ മീഡിയയിൽ രേണു സുധി സോഷ്യൽ മീഡിയ വഴി തന്നെ അവനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തപ്പോ അതിനൊരു മറുപടി കൊടുത്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക ബ്രോ? വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അച്ഛനൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കണം. രേണു സുധി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പ്രൊഫൈലിൽ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ അങ്ങ് ഷെയർ ചെയ്തു. അവനത് കാണുന്നു, അവനത് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തപ്പോൾ കൃത്യമായി കാര്യം പറഞ്ഞു, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ, ഞങ്ങൾക്ക് നാണക്കേടാണ്, ഋതപ്പം നാളെ വളർന്നു വരുന്നുണ്ട്, അവന്റെ ക്ലാസ്സിൽ കുട്ടികളുണ്ട്, അവർ കളിയാക്കും. ഉടനെ തന്നെ എനിക്ക് ഇതിന് പൈസ കിട്ടുന്നുണ്ട് മോനെ എന്നാ പറഞ്ഞിട്ടുള്ളത്. അച്ചോ, ഒരാൾക്ക് അസുഖം വന്നെന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് അത് മാറ്റി പറയാൻ കഴിയുക? അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അച്ഛൻ തന്നെ ഇഷ്ടം പോലെ തവണ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. കിച്ചുവിന്റെ പേരിൽ കേസുണ്ട്, രേണുസുധി പറഞ്ഞു, ഫുള്ള് പറയുന്നില്ല, കുറച്ചേ പറയുന്നുള്ളൂ. അപ്പൊ അച്ഛൻ അവിടുന്ന് കിട്ടിയ ആ ഒരു കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോ വീണ്ടും ആരെയാണ് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നത്? വീണ്ടും അത് ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ, ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ, ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങളും എൻക്വയറി ചെയ്തു. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, നമുക്കറിയാം കാര്യം. ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാണ്. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യേണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണു സുധിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണു സുധിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കുക. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റും. അവന് 22-23 വയസ്സില്ലേ, സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. രേണു പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ലേ അച്ചോപ്പ് പറയുന്നത്, എനിക്ക് ക്യാൻസർ ഇല്ല, എനിക്ക് ക്യാൻസർ ഉണ്ട്, എന്റെ രണ്ടാമത്തെ കല്യാണമല്ല, എന്റെ ഒന്നാമത്തെ കല്യാണമാണ്. തുടക്കം മുതൽ താങ്കളും ഇതൊക്കെ കുറെ കേട്ടതും പറഞ്ഞതൊക്കെ തന്നെ അല്ലേ എന്റെ പൊന്നച്ചോ എന്ന് ചോദിക്കാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആരാണ് ആ പയ്യനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചത്? താങ്കളെ പോലെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? ആ പയ്യൻ ചെറിയ പയ്യനാ. അവന്റെ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ടവർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം. ഇപ്പൊ 21 വയസ്സായി. ഇപ്പൊ അവന് തെറ്റും ശരിയൊക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ താങ്കളെ പോലെയുള്ള ഒരു പുരോഹിതൻ വന്ന് ഇതൊക്കെ പറയുമ്പോ സത്യം പറയട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു എന്നുള്ളതാണ്. ഭീഷണിയുടെ സ്വരാണ് അദ്ദേഹത്തിന്റെ ആ നാക്കിൽ നിന്ന് വരുന്നത്. ഒരു പുരോഹിതന് ചേർന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? രേണു പറയുന്ന വാക്കുകൾ മാത്രം ഇപ്പൊ കേൾക്കുന്ന ആളുകൾ, അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ആ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഈ ഒരു വാക്കുകളൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നാട്ടുകാർക്കറിയാം, അവർക്കറിയാം, ഇവർക്കറിയാം എന്നൊക്കെ പറയുമ്പോ പയ്യന്റെ ലൈഫ് അങ്ങ് കുട്ടിച്ചോറാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ അങ്ങ് നിൽക്കണം. കേട്ടാ കൊള്ളാം. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ.
ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങൾ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവർ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല, ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് നടക്കത്തില്ല എന്നാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇദ്ദേഹം എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ അവന്റെ വീട്ടിൽ നിന്ന് എവിടെ നിന്നാണ് ഒരു വീഡിയോ എടുക്കുന്നത്? ആ വീഡിയോയിൽ സത്യസന്ധമായിട്ട് അവന് നടന്ന ഒരു കാര്യം പറയുന്നു. അവനൊരു കാറിൽ ഇരുന്നിട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അവന്റെ വിഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ കിച്ചു എന്താ അവിടെ വന്നിട്ട് അല്ല കൊട്ടേഷൻ അംഗങ്ങളായിട്ട് വന്ന് വല്ല അടി ഉണ്ടാക്കാൻ വന്നോ? വല്ല കല്ലേറ എന്തെങ്കിലും ഉണ്ടായി അവിടെ? ഇല്ല, അവനങ്ങോട്ട് പോയിട്ടില്ല. അവന് ഉദപ്പനെ പോയി കണ്ട് തിരിച്ചു വന്നു, ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. അച്ചോ, എന്താ പറയുന്നേ? നാട്ടുകാരിത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? ആ പയ്യൻ അവിടെ വന്ന് ഗുണ്ടായിസം കാണിച്ച് ബഹളം വെച്ചു എന്നല്ലേ? അയ്യയ്യയ്യേ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്റെ പൊന്നച്ചോ, ആളുകളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഇതൊക്കെ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുക. ചെക്കന്റെ ജീവിതമാണ് പോകാൻ പോണത്. രേണു കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യില്ല. കാര്യമായിട്ട് പറയാണ്. ആ പയ്യന്റെ ഭാഗത്ത് നിൽക്കാൻ കഴിയുള്ളൂ. താങ്കൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അവന് വളർത്തമ്മയെങ്കിൽ വളർത്തമ്മ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സബ്സ്ക്രിപ്ഷന്റെ പേരും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല. താങ്കൾ ഒരു പുരോഹിതര, താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല. പല ആളുകളും എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെന്ന് പറയുമ്പോൾ താങ്കൾ കാണുന്നത് താങ്കൾ പറയുന്നുണ്ട്. കിച്ചുവിന്റെ കൂടെ ആളുകൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി അവൻ പറഞ്ഞ വാക്ക് പോലും കേൾക്കാതെ രേണു ഇത് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ്. അന്ന് മുതലേ ആളുകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് രച്ചോ. വെറും റീൽസ് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളല്ല, അവര് സബ് എടുത്തുകൊണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളാണ്. അതാണ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ. താങ്കൾക്ക് അത് മനസ്സിലാവുന്നില്ല. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് താങ്കളൊക്കെ സംസാരിക്കുന്നു. വാവ്, ബ്യൂട്ടിഫുൾ. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തെങ്കിലും നീതി? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുക. അദ്ദേഹത്തിന് വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അദ്ദേഹത്തിന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചെയ്യുന്നതിനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു ബിഷപ്പിന് ചേരുന്ന കാര്യങ്ങളൊന്നല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഭീഷണിയുടെ സ്വരമൊക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അസുഖം ബാധിച്ച് കിടക്കുന്ന രേണുവിനെ അദ്ദേഹം പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കല്ല അസുഖം മാറട്ടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നുണ്ട്. നല്ല കാര്യമാണല്ലേ? എന്നാൽ താങ്കളുടെ ഈ സംസാരം കാരണം, സംഭാഷണങ്ങൾ കാരണം, എറിഞ്ഞു കൊടുക്കുന്ന ഈ ഒരു വാക്കുകൾ കൊണ്ട് ഒരു പയ്യന്റെ ലൈഫ് നശിക്കാൻ പോവുകയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇദ്ദേഹം ഒരു മുറിക്ക് രണ്ട് കഷ്ണം എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് തോന്നുന്നു. അങ്ങ് പറഞ്ഞ് തീർത്ത് പരിപാടി അവസാനിപ്പിച്ചു. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് പയ്യനാണ്. ആ പയ്യൻ മാത്രമല്ല, ഋതപ്പനും കൂടിയാണ്. നാളെ ഇവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ പയ്യനും കൂടി അതിന് ഗുണം ഉണ്ടാവും. താങ്കൾ എന്താ മനസ്സിലാക്കാത്തത്? പിന്നെ ഋതപ്പൻ അവനൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് പോലും രേണു നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നാട്ടുകാരെ കൊണ്ടൊക്കെ ഞാൻ വീഡിയോ ഇടിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ് ബിഷപ്പേ? ഇതൊക്കെയാണോ താങ്കളുടെ പരിപാടികൾ, താങ്കളുടെ പണി? ഇതൊന്നല്ലല്ലോ. പിന്നെ ഇതൊരു ബിഷപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിത് വേറെ രീതിയിൽ പറയാറിയാൻറ്റൊന്നുമില്ല. ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ്. അത് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. എന്റെ ശൈലിയും എന്റെ സംസാരമൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാം. താങ്കളായതുകൊണ്ട് മാത്രമാണ്. താങ്കൾ ഇപ്പൊ ഡബിൾ സ്റ്റാൻഡ് കളിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ താങ്കളുടെ ജോലിയാണത് എന്നാ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അല്ലാതെ ഞാൻ ഡബിൾ സ്റ്റാൻഡ് കളിച്ചിട്ടാണ് പറഞ്ഞൊന്നും പറയുന്നില്ല. അവരുടെ അമ്മയും മകനും നമ്മളുടെ കാര്യം അവർ വീട്ടിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക്കിൽ കൊണ്ടിട്ട് അലക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കരുത്. നാട്ടുകാർ അത് കയറി അലക്കി വെളുപ്പിക്കും. ശരി, എന്റെ പൊന്നച്ചോ, അവൻ നല്ല രീതിയിൽ മാന്യമായിട്ട് അത് രേണുവിന് അയച്ചു കൊടുത്തു. രേണു അത് തട്ടിക്കളഞ്ഞു. എന്നതിന്റെ ശേഷം ആ ചെക്കന് ലൈഫിൽ ഒരുപാട് നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ വരണം, അപ്പോഴറിയുള്ളൂ. എറിഞ്ഞു കൊടുക്കുമല്ലേ? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ രേണുസുതി ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കുട്ടിയെ സഹായിച്ചിട്ടുള്ളതാണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഈ രേണുസുതിക്ക് അവരുടെ മാതാവിനെ പിതാവിനെ നോക്കണം, പുള്ളിക്കാരത്തിലെ ഈ കുഞ്ഞു മോനെ നോക്കണം, രേണുസുതിയുടെ ജീവിതം കൊണ്ടാണ്. ഈ 4 പേരുടെ കാര്യങ്ങൾ രേണുസുതി തന്നെയാണ് ചുമതല വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവർ ജോലി ചെയ്യണം. അവർ എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിന്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ള ഒരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. താങ്കൾ വിമർശിക്കാൻ ആളല്ല എന്ന് പറഞ്ഞില്ലേ? വിമർശിക്കാൻ ആളായ ഒരാളാണ് അവൻ. അവൻ സംസാരിച്ചിട്ടുണ്ട്, അത് തള്ളി കളഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ നിന്ന് തന്നെ താങ്കൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് വിമർശിക്കാനും അത് തിരുത്താനും ഉള്ള അവകാശമുള്ള ഒരു മനുഷ്യനാണ് കിച്ചു. കിച്ചു അത് പറഞ്ഞു.
കിച്ചുവിന്റെ വാക്ക് രേണുസുതി ഏറ്റെടുത്തില്ല. ഇപ്പൊ രേണുസുതി ചെയ്തത് തന്നെ താങ്കൾ ചെയ്യുന്നു. രേണുസുതി ഒരു ഹിന്റ് ഇട്ട് കൊടുത്തു. രേണുസുതിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരു ഹിന്റ് ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ കാണാൻ വന്നില്ല. കിച്ചുവിന്റെ ഇൻസ്റ്റാഗ്രാം കയറി നിരങ്ങി തെറി വിളിക്കാൻ ആളുകൾ. അത് കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ എന്നെ കാണാൻ വന്നില്ലെങ്കിലും വേണ്ടില്ല, ഋതപ്പന് നിങ്ങൾ ഒരു മുട്ടായി എങ്കിലും വാങ്ങിക്കൊടുത്തു, കമന്റ് ബോക്സിൽ തെറി വിളിക്കാൻ പോയി ആളുകൾ. ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചോ. അത് മനസ്സിലാക്കണം അച്ചോ. ബിഷപ്പ് ഇതൊന്നും കാണാതെ ഇങ്ങനെ ഇന്റർവ്യൂകൾ കൊടുക്കല്ലേ എന്ന് പറയുന്നുള്ളൂ. അവന്റെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ്. പുരോഹിതനക്കായി നിൽക്കുന്ന മനുഷ്യന്മാര് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഒരിക്കലുമല്ല. പണ്ട് താങ്കൾക്കെതിരെ ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ത് പുരോഹിതനാണ്, ഇതെന്ത് ബിഷപ്പാണ്, ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് താങ്കളോട് ആളുകൾ ചോദിച്ചിരുന്നത്. എന്നാൽ അതേ ചോദ്യം ഇപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് ഞാൻ പറയുന്നില്ല. വയ്യാതെ കിടക്കുന്ന ആളായതുകൊണ്ട് അതവിടെ കിട്ടെ. അതേ രീതിയിൽ കിച്ചുവിനെ കാണാൻ കഴിയുന്നില്ല. കിച്ചു നാളെ ഇതേപോലെ കിടക്കേണ്ടി വരുമോ ഇനി താങ്കൾ ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ? ചോദിക്കുകയാണ് കേട്ടോ, ചോദിക്കുകയാണ്. അവന് നിങ്ങൾ എഴുതി കൊടുത്ത ആ ഒരു ഭൂമി, ആ ഒരു ഭൂമിയുടെ അവകാശം ചോദിച്ചുകൊണ്ട് അവൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല. ഋതപ്പൻ അവൻ കാണാറുണ്ട്. രേണുവിനെ കാണുന്നത് നിർത്തിയത് തന്നെ എങ്ങനെയാണ് താങ്കൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവര് ജീവിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പലതും അവന് ഇഷ്ടമായിരുന്നില്ല. അത് ചൂണ്ടിക്കാണിച്ചിട്ടും അവര് പുറംകാല് കൊണ്ട് തള്ളി നീക്കി മുന്നോട്ട് പോയി. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോക്ക് നിർത്തി എന്നുള്ളതാണ്. ഇവിടെ കിച്ചുവിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലും വിണ്ടിത്തരം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ആളും ഉണ്ടായിരുന്നില്ല. തിരുത്തേണ്ടവര് തന്നെ ഇന്ന് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബിഷപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കമന്റ് ചെയ്യാനുള്ള ആളുകളൊക്കെ പരമാവധി കമന്റ് ചെയ്യും. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.